സോ ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് ഇറങ്ങിയതാണ്. ഫാമിലി മൊത്തം ഉണ്ട്. ഇപ്പോൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കല്യാണപ്പര. എങ്ങനെയുണ്ട്? ആരും കാണുന്നില്ല അല്ലേ? എല്ലാവരും ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അപ്പോഴാണ് ഇത് കണ്ടത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഒരു ഗായ്സ്, ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാനും റിയൂട്ടിയും ഒരേ ഡ്രസ്സാണ്. എങ്ങനെയുള്ള ലുക്കല്ലേ? ഹായ്. റിയൂട്ടി കല്യാണ പെണ്ണിനെ നോക്കുക. കല്യാണ ചെക്കൻ പെണ്ണിനെ കൂട്ടാൻ പോകുന്നുണ്ട്. പെണ്ണും ചെക്കനും അവിടെ അല്ല. പിന്നെ ഗായ്സ്, കല്യാണപ്പരയിൽ നിന്ന് ബിരിയാണിയൊക്കെ തിന്നിറങ്ങിയപ്പോൾ ഇനി സമയം ബാക്കി. അപ്പോൾ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകാൻ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഫാൻഡോറോക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഫാൻഡോറോക്ക് മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കാണാമല്ലോ. അവിടെ എത്തിയപ്പോഴൊരു പ്രശ്നം, ക്യാമറക്കൊരു മങ്ങൽ. മഴയില്ല, പക്ഷെ എന്നാലും ഒരു മൂടലുള്ളതുകൊണ്ട് ക്യാമറക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നെ ഗൈസ്, അവിടെ ഇനിയും കാഴ്ചകൾ കുറേ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. സോ ഗൈസ്, പേഴ്സണലി ഞാനും റിയൂട്ടിയും കുറച്ച് ഡാൻസും റീൽസൊക്കെ എടുത്തിരുന്നു. കാണാത്തവരത് പോയി കാണണേ. ഗൈസ്, ഡാൻസ് മാത്രമല്ല, ഞാനൊരു പാട്ടും കൂടെ പാടി. ആ പാട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. കളിയാക്കരുതേ. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് പോയപ്പോൾ അതാ ഒരു മല. അതിൻ്റെ മുകളിൽ എത്രയോ ആൾക്കാർ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ റിച്ചൊക്കെ ആഗ്രഹം ഓനക്കും കയറണമെന്ന്. അങ്ങനെ ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കയറി. അത് കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം. അങ്ങനെ ഞാനും കയറി. പിന്നെ അതാ റിയൂട്ടി എങ്ങനെയൊക്കെയോ കയറുന്നുണ്ട്. റിയൂട്ടീൻ്റെ ബേക്കിൽ ഇപ്പച്ചി ഉണ്ട് കേട്ടോ. ഓള് വീഴുന്നുള്ള പേടി. ഇപ്പച്ചി മേലോട്ടൊന്നും കയറണ്ട പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് മുകളിലോട്ട് കയറാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളെ ലിമിറ്റ്. ഇനി അഥവാ മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ വേറിട്ട് താഴെ കിടക്കുന്നുണ്ടാവും. കാരണം ഞങ്ങളെ ഡ്രസ്സ് അങ്ങനെയാണ്. റിച്ച് അതാ പകുതി എത്തി. അത് കാണുമ്പോൾ എനിക്ക് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ അസൂയുണ്ട്. ഗൈസ്, ഉമ്മച്ചി ഉണ്ടായിരുന്നു. ക്യാമറാമാനായിട്ട് ഉമ്മച്ചിയാണ് വീഡിയോസൊക്കെ പിടിച്ചത്. ഉമ്മച്ചിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാട്ടോ. ഗൈസ്, ഞാൻ വലിയ ആളമാർക്ക് റിച്ചുവിനെ സഹായിക്കാൻ പോയതാ. അപ്പൊ റിച്ചു ഒറ്റ ഡയലോഗ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ? അടിപൊളിയായിട്ടില്ലേ? നല്ല രസം. പിന്നെ ഗൈസ്, ഇറങ്ങാൻ നോക്കിയപ്പോ പിന്നെ ഗൈസ് ഇങ്ങനെയൊക്കെ ഇറങ്ങി ഞങ്ങളിതാ വേറൊരു സ്ഥലത്തെത്തി. പണ്ട് ഇവിടെ കുറേ ആൾക്കാർ പണിയൊക്കെ എടുത്തിരുന്ന സ്ഥലമാണ്. ഇപ്പം അങ്ങനെ ആരുമില്ല. ഇതിപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഫാൻഡോറോക്കിൻ്റെ അടുത്തുള്ളതായത് കൊണ്ട് ഞാൻ പാറിൻ്റെ മുകളിൽ കയറാൻ പോകുമ്പോഴത്തേനും റിനു കയറണ്ട വീഴും. പക്ഷെ റിച്ചുനോട് അങ്ങനെ പറയില്ല. പാവം ഞാൻ. കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. ഉദാഹരണത്തിന് എന്റെ കഴിവ് ഞാൻ ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, ഇനിയൊട്ട് കാണിച്ചു കൊടുക്കില്ല. പിന്നെ ഒരു കാര്യം കാണിച്ചുതരാം. കണ്ടോ, ഇതിന് കോറിക്കുളം എന്നാട്ടോ പറയാ. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ പാറകളും നല്ല പച്ച കളറുള്ള വെള്ളവും. കാണാൻ തന്നെ എന്ത് രസമാണ്. ഈ വയനാടുകളിലുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ഈ സ്ഥലം. എനിക്കിഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. പിന്നെ ഫാൻഡം റോക്ക് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അതാ ഫാൻഡം റോക്കാണ്. പാറിൻ്റെ മുകളിൽ പാറുള്ള പോലെ അല്ലേ? നല്ല രസമുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇതിന് ഫാൻഡം റോക്ക് എന്ന് പേര് വരാൻ കാരണം. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഗൈസ്, ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ പോകാൻ പോകുമ്പം ഒരു ചെറിയ കാടൊക്കെ ഉണ്ട്. ആ ചെറിയ കുറ്റിക്കാട്ടിലൂടെയാണ് പോകണേ. നല്ല വൈബായിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാണ്. അങ്ങനെ കുറ്റിക്കാടൊക്കെ കടന്ന് പോവാണ് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, ഇവരെ കണ്ടില്ലേ? ഭയങ്കര ജാടൊന്നുമില്ല ഗൈസ്. ക്ഷീണമാണ് പോയി വന്നതിൻ്റെയൊക്കെ. സോ ഗൈസ്, അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ശരി, ബൈ ബൈ.